അതും വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ്. ശിശുക്ഷേമ സമിതിയിലുള്ളൊരു വാർത്ത. ശിശുക്ഷേമ സമിതിയിൽ പെൺകുഞ്ഞിനോട് ക്രൂരത, 3 ആയമാർ അറസ്റ്റിൽ. 2.5 വയസ്സുള്ള പെൺകുഞ്ഞിനെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച ശിശുക്ഷേമ സമിതിയിലെ 3 ആയമാർ അറസ്റ്റിൽ. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് നഖം കൊണ്ട് മുറിവേൽപ്പിക്കുകയായിരുന്നു. അതെ, ക്രൂരത, വൻ ക്രൂരത. അതൊക്കെ കാര്യം ആ കുട്ടിയുടെ അമ്മ മരിച്ചിട്ട് അച്ഛൻ സൂയിസൈഡ് ചെയ്തു, അങ്ങനെ എന്തൊരു ഇതാണ്. അങ്ങനെയാണ് ആ കുട്ടീനെ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതിനെ നോക്കാൻ വേണ്ടിയിട്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ടവരെന്ന് പറയാൻ അങ്ങനെ ആരുമില്ല. അപ്പോൾ അങ്ങനെ ഒരു കുട്ടീനെ നോവിക്കുമ്പോൾ അത് ആരോട് പറയും? നമ്മൾ ചിന്തിക്കേണ്ട. ഇതുപോലെ ഒരുപാട് സംഭവങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട് സമൂഹത്തിൽ. എത്ര പേര് ഇത് പുറത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അച്ഛനും അമ്മയും ഒക്കെയുള്ള വീടുകളിലെ കുട്ടികൾ പോലും ഇത് നടക്കുമ്പോൾ പുറത്തു പറയാറില്ല. ഇപ്പോൾ സ്കൂളിലോ മറ്റു സ്ഥലങ്ങളിലോ ഒക്കെ കുട്ടികൾക്ക് നേരെ ഉണ്ടാവുന്ന അതിക്രമങ്ങളൊക്കെ പല കുട്ടികളും തുറന്നു പറയാറില്ല. ആ തുറന്നു പറയേണ്ടതായിട്ടുള്ള അറിവോ അതിനുള്ള ഒരു പരിചയമോ ഒന്നും ഇല്ലാത്തതും ഒരു കാരണമാണ്. കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ഭീതി അതുകൊണ്ട്. അപ്പോൾ അച്ഛനും അമ്മയും പോലും ചോദിക്കാനില്ലാത്ത ഒരു കുട്ടി, ശിശുക്ഷേമ സമിതിയിൽ വളരുന്ന ഒരു കുട്ടിക്ക് എന്ത് പറയാനാണ്? ആ കുട്ടി ആരോട് പറയാനാ? ഈ പറയേണ്ടവർ തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പൊ ആരോട് പറയാ കുട്ടി? എന്നിട്ട് കുളിപ്പിച്ചപ്പോൾ ആ കുഞ്ഞ് കരഞ്ഞു. അപ്പോഴാണ് ഈ പറയുന്ന ഒരു കാര്യത്തെ മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നത്. വെള്ളിയാഴ്ച വൈകുന്നേരം ക്രഷ് ജീവനക്കാരിയോ എന്നുവെച്ചാൽ വെള്ളിയാഴ്ച വൈകുന്നേരം ഒരു ജീവനക്കാരി കുളിപ്പിച്ചപ്പോൾ കുഞ്ഞ് നിലവിളിച്ചു. അവരാണ് മുറിവുകൾ കണ്ടത്. ശനിയാഴ്ച ഡോക്ടർ പരിശോധിച്ചപ്പോഴാണ് ഉപദ്രവം ബോധ്യമായത്. തൈക്കാടുള്ള കുട്ടികളുടെയും സ്ത്രീകളുടെയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നഖം കൊണ്ടുള്ള മുറിവാണെന്നും മനഃപൂർവ്വമുള്ള ഉപദ്രവമാണെന്നും സ്ഥിരീകരിച്ചു. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയെ അറിയിച്ചിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി ശിശുക്ഷേമ സമിതി പറഞ്ഞത്, ആയമാർക്ക് പരമാവധി ശിക്ഷ ഉറപ്പാക്കും, മറ്റു കുട്ടികളെ ഉപദ്രവിച്ചോ എന്ന് പരിശോധിക്കും, ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതൽ എടുക്കും എന്നാണ് പറയുന്നത്. ആ 3 പേര് എന്തൊരു നീച ജന്മങ്ങളാണ്, എന്തൊരു താടകകളാണ്. എന്ത് പറയാനാണ് ഇവരെയൊക്കെ? സാധാരണ അമ്മമാർക്ക് എന്ന് പറഞ്ഞാൽ മക്കളോട്, അല്ലെങ്കിൽ മക്കളുടെ പ്രായമുള്ളവർ, അല്ലെങ്കിൽ എല്ലാവരും മക്കളാണ് അവരെ സംബന്ധിച്ച് ഒരു അമ്മ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഉപദ്രവങ്ങൾ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കതൊക്കെ അങ്ങനെ സംഭവിക്കുന്നുണ്ട് ഇന്ന്. പക്ഷെ അത് വിശ്വസിക്കാൻ നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാര്യം അല്ല, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ആരാണ് ഈ ആയമാരാക്കുന്നത്? ഒരു ജോലി ഇല്ലെങ്കിൽ ഇവരെ വേറെ വല്ല ജോലിക്ക് വിടണം. അപ്പോൾ ഈ ശിശുക്ഷേമ വകുപ്പ് സമിതി അല്ലെങ്കിൽ വകുപ്പുകാരാണെങ്കിൽ തന്നെ ഇത്തരത്തിലുള്ള ജോലിക്ക് ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചും കൂടി ഒരു മാനുഷിക തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കണം. അമ്മയുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ആ മനസ്സിനെ ഒരു വേറിട്ട് നിർത്താൻ പറ്റും നമുക്ക്. ഒരു സ്ത്രീയുടെ മനസ്സ്, അമ്മയുടെ മനസ്സ് രണ്ടായിട്ട് നമുക്ക് വേർതിരിക്കാൻ പറ്റും. എല്ലാവരുടെയും വെച്ച് നോക്കുമ്പോൾ ഒരു അമ്മ മനസ്സാണ് ഏറ്റവും ഉദാത്തമായത്. അങ്ങനെ അമ്മ മനസ്സുള്ള, വാത്സല്യമുള്ള, സഹന ശേഷിയുള്ള ആളുകളെയൊക്കെയാണ് ഇത്തരം ജോലികളിൽ പരിഗണിക്കേണ്ടത്. പ്രത്യേകിച്ച് കുട്ടികളെ നോക്കുന്ന ജോലികളാണ്. അത് ഏറ്റവും പവിത്രമായ രീതിയിൽ, ഏറ്റവും മനോഹരമായി നന്മയോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം അവരൊക്കെയാണ് ഭാവിയിലെ വാഗ്ദാനങ്ങളാക്കി നമുക്ക് പരിവർത്തനം ചെയ്യേണ്ടത്. അപ്പൊ അത്തരത്തിലുള്ള ജോലികളിലേക്ക് ഇതായിരിക്കും അമ്മമാർക്കുള്ളത്. പക്ഷേ ഇവിടെ എന്നുള്ള ഒരു രീതിക്ക് ആ കുട്ടീനെ ഉപദ്രവിക്കുക, അത് ഉപദ്രവിച്ചത് മാത്രമാണോ? അത് അതിന് പറയാൻ ആരും ഇല്ല എന്നുള്ളത് പോലും. ആരുമില്ലാത്ത കുട്ടിയെ ഇത്തരത്തിൽ ഉപദ്രവിക്കുക, ഒന്ന് ആലോചിക്കുക. എത്ര നീച പ്രവൃത്തിയാണത് അല്ലേ? ഒരു മിണ്ടാപ്രാണിയെ ഉപദ്രവിക്കുന്നതിനേക്കാൾ അല്ലെ, അതുപോലത്തെ ഒരു ഇതാത്. അപ്പൊ അതുകൊണ്ട് അറസ്റ്റിലായ പോത്തൻകോട് അണ്ടൂർക്കോണം സ്വദേശി അജിത, അയൂരുപ്പാറ സ്വദേശി മഹേശ്വരി, കല്ലമ്പലം നാവായിക്കുളം മുല്ലനെല്ലൂർ സ്വദേശി സിന്ധു എന്നിവരെ കോടതി റിമാൻഡ് ചെയ്ത് സബ് ജയിലിൽ അടച്ചു. ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, പോക്സോ വകുപ്പുകൾ പ്രകാരമാണ് കേസ്. ഈ 3 പേർക്കും പരമാവധി ശിക്ഷ കിട്ടട്ടെ. ആ ശിക്ഷ കിട്ടുന്നത് ഇത്തരത്തിലുള്ള നീചരായിട്ടുള്ള ആളുകൾക്ക് ഒരു പാഠമായിരിക്കട്ടെ. ആയമാര്, അല്ലെങ്കിൽ പ്ലേ സ്കൂൾ ടീച്ചർമാര്, അംഗൻവാടിയിലുള്ള ടീച്ചർമാര്, ഇവരെല്ലാവരും കുറച്ചും കൂടി മാനുഷിക തലത്തിൽ നിന്നുകൊണ്ട് ഒരു അമ്മ മനസ്സോടുകൂടി കാര്യങ്ങൾ നീക്കാനായിട്ട്. അംഗനവാടി ടീച്ചർ ഒരു കുട്ടി വീണിട്ട് റിപ്പോർട്ട് ചെയ്തില്ല എന്നുള്ള രീതിക്ക്, എന്നിട്ട് അതിന് ഉള്ളിൽ ആന്തരിക അവയവങ്ങൾക്ക് എന്തോ ഇഞ്ചുറി ഉണ്ടായിരുന്നത്,
ഈ കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഒരു സംഭവമായിരുന്നു. എന്തായിരുന്നു? അംഗനവാടി ടീച്ചർ, അംഗനവാടി വെച്ചൊരു കുട്ടി വീണു. അപ്പോൾ അതിന് ഉള്ളിൽ മുറിവുണ്ടായിരുന്നു. പക്ഷെ അതിന് അത്രത്തോളം പ്രാധാന്യം കൊടുത്തില്ല. അതിന് ശേഷം കുട്ടി വോമിറ്റ് ചെയ്യുകയും കുട്ടിക്ക് ശാരീരിക അസ്വസ്ഥതകളൊക്കെ വന്നതിന് ശേഷമാണ് വീട്ടുകാർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പോൾ നമ്മൾ പരമാവധി ഇപ്പം ഇങ്ങനെ ഇപ്പം അംഗനവാടി ടീച്ചർമാരാണെങ്കിലും ഇതുപോലുള്ള മറ്റ് ശിശുക്ഷേമ വകുപ്പുകളിൽ ഇതുപോലെ ജോലി ചെയ്യുന്നവരൊക്കെ അവർക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ട കുറച്ച് കെയറും അവർക്ക് കൊടുക്കേണ്ട പരിപാലനം അത് ഏത് രീതിക്ക് അവരൊന്ന് വീഴുന്നുണ്ടെങ്കിൽ പോലും അത് ശ്രദ്ധിക്കണം. അല്ല, പ്രത്യേകിച്ച് ട്രെയിനിങ് കിട്ടാത്ത ആളുകളൊന്നും ഇങ്ങനെയുള്ള ജോലികളിലൊന്നും പരിഗണിക്കുക പോലും ചെയ്യരുത്. കാരണം അത്രത്തോളം കരുതലോടെ ചെയ്യേണ്ട ഒരു ജോലിയാണ്. ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് ഒരു അമ്മ നോക്കുന്നത്, അത്രത്തോളം അതിനേക്കാൾ നല്ല മനോഹരമായിട്ടാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ അവരെ നോക്കേണ്ടത്. ഈ ആയമാരായിട്ട് ഇനി നിയോഗിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളും കൂടി നോക്കിയിട്ട് വേണം നിയോഗിക്കാൻ. അല്ലാതെ കൊച്ചുകുട്ടികളെ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഇത്രയും ക്രൂരമായ രീതിയിൽ മർദ്ദിക്കുന്ന നോവിക്കുന്ന ആളുകളൊന്നും മനുഷ്യവർഗത്തിൽ കൂട്ടാൻ പറ്റാത്ത ആളുകളാണ്. അവർക്ക് ജയിലിൽ തന്നെ കിടക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. മനുഷ്യർക്കും എല്ലാവർക്കും നല്ലത് അതാ. അതല്ലാതെ അവരെ ഇതുപോലെ ആയമാരാക്കിയും ടീച്ചർമാരാക്കിയും ഒന്നും നിയമിക്കരുത് ദയവ് ചെയ്ത്. ഇത്രത്തോളം ക്രൂരമായ പ്രവർത്തിച്ചത് ഈ ആയമാർ, ഈ കുട്ടിയെ മാത്രമല്ല, എത്ര കുട്ടികൾ ഉപദ്രവിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എത്ര കുട്ടികൾ പുറത്ത് പറയും. ഇപ്പം ഈ കുട്ടി ഇതുപോലെ പുറത്ത് പറഞ്ഞതുപോലും അല്ല, കുളിപ്പിക്കുമ്പോൾ അതിന് വേദനിച്ചപ്പോൾ കരഞ്ഞപ്പോൾ ആ ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തപ്പോൾ അവിടെ വെച്ചാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് അറിയുന്നത് തന്നെ. എത്ര കുട്ടികൾ ഇതുപോലെ അല്ലെ അനുഭവിച്ചിട്ടുണ്ടാവും ഈ ആയമാരുടെ ഭാഗത്തുനിന്ന് തന്നെ. പക്ഷെ ഒരു കാര്യമുണ്ട്, എല്ലാ ആയമാരും ഇങ്ങനെ ആവണമെന്നില്ല. എല്ലാ ആയമാരും നല്ല ഇതുപോലുള്ള കുറച്ച് പേർ മതിയല്ലോ എല്ലാവരും. അങ്ങനെയുള്ളവരെ എന്തായാലും ഇത്തരത്തിലുള്ള ജോലിക്ക് എടുക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കർശനമായ ശിക്ഷ തന്നെ, കടുത്ത ശിക്ഷ തന്നെ നൽകി. മാനസിക വിഭ്രാന്തിയാണ് ഇത്തരത്തിലുള്ളവർക്ക്, അവരെയൊക്കെ ചികിത്സിക്കുകയാണ് വേണ്ടത്. ഇങ്ങനെയുള്ളവരും സമൂഹത്തിൽ ഇറക്കി വിടരുത്. മാനസിക വിഭ്രാന്തിക്ക് ചികിത്സ നൽകി കൃത്യമായ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്ത് വേണം മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോൾ സബ് ജയിലിലും മറ്റൊക്കെ അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരയായ സ്ത്രീകൾ ഇത്തരത്തിലുള്ള പ്രൊഫഷനിലേക്ക് വരാതിരിക്കട്ടെ എന്ന് തന്നെ പ്രത്യാശിക്കാം, അല്ലേ?